ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ് സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള 3ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ അദ്ദർസു വൽ ഇഷ്റൂൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീനിലെ 23ാമത്തെ പാഠം. ഫൽ യുക്രിം ജാറഹു, അവൻ അവൻ്റെ അയൽവാസിയെ ബഹുമാനിക്കട്ടെ. അയൽവാസിയെ ബഹുമാനിക്കുക. അപ്പോൾ നമുക്ക് പാഠം മനസ്സിലാക്കാം. പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം നമുക്ക് ഈ ബോക്സ് വായിക്കാം. എന്താണ്? സഹൽ ബിൻ അബ്ദില്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹുവിന് മജൂസിയായ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. ആർക്കാണ്? സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി. അപ്പം അത് അണ്ടർലൈൻ ചെയ്ത് വെക്കട്ടോ. അവർക്കെന്താണ്? ഒരു മജൂസിയായ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. മജൂസി എന്നാൽ തീനെ ആരാധിക്കുന്നവർ എന്നാണ് മജൂസി. അയാളുടെ ടോയ്ലറ്റ് അവശിഷ്ടങ്ങളും മലിനജലവും സഹൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടുമുറ്റത്തേക്ക് ഒഴുകാറുണ്ടായിരുന്നു. രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് സഹൽ റളിയല്ലാഹു അൻഹു മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യും. എന്നാൽ ഒരിക്കൽ പോലും മജൂസിയെ ആക്ഷേപിക്കുകയോ അയാളെക്കുറിച്ച് മറ്റാരോടെങ്കിലും പരാതി പറയുകയോ ചെയ്തില്ല. കാലം കടന്നുപോയി. സഹൽ റളിയല്ലാഹു അൻഹുവിന് രോഗം ബാധിച്ചു കിടപ്പിലായി. ഒരു ദിവസം അയൽവാസിയായ മജൂസിയെ വിളിച്ചു മഹാൻ പറഞ്ഞു, വളരെ കാലമായി താങ്കളുടെ ടോയ്ലറ്റിൽ നിന്നുള്ള മലിനജലം എൻ്റെ വീട്ടുമുറ്റത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മരണാസന്നനായിരുന്നില്ലെങ്കിൽ താങ്കളെ ഞാൻ ഇത് അറിയിക്കില്ലായിരുന്നു. എൻ്റെ പിൻഗാമികൾ ഇത് ഉൾക്കൊള്ളണമെന്നില്ല. സഹൽ റളിയല്ലാഹു അൻഹു മജൂസിയോട് പറയുകയാണ്, ഞാൻ കിടപ്പിലായിരുന്നില്ലെങ്കിൽ ഞാനിത് നിങ്ങളോട് പറയില്ലായിരുന്നു. ഞാൻ തന്നെ അത് എന്നും വൃത്തിയാക്കുമായിരുന്നു. ഇപ്പം ഞാൻ കിടപ്പിലായി. എൻ്റെ മരണശേഷം എൻ്റെ പിൻഗാമികൾ, ഇവിടെയുള്ള മറ്റുള്ളവർ അത് ഉൾക്കൊള്ളണമെന്നില്ല. സഹൽ റളിയല്ലാഹു അൻഹു മജൂസിയോട് പറയുകയാണ്. അപ്പം അത് മനസ്സിലാക്കാം. അദ്ദേഹം അയൽവാസിയെ ബഹുമാനിച്ചതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇത് കേട്ട മജൂസി അത്ഭുതപ്പെട്ടു. അദ്ദേഹം സഹൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇത്രയേറെ വിഷമങ്ങൾ നേരിട്ടേണ്ടി വന്നിട്ടും അങ്ങ് എന്തുകൊണ്ടാണ് പരാതി പറയാതിരുന്നത്? സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയൽവാസികളെ ബഹുമാനിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവൻ സത്യവിശ്വാസിയാവുകയില്ല. ഭാഗം പൂരിപ്പിക്കാൻ വരും. അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവൻ സത്യവിശ്വാസിയാവുകയില്ല. ഇസ്ലാമിൻ്റെ മഹത്വമറിഞ്ഞ മജൂസിക്ക് മാനസാന്തരമുണ്ടായി. അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചു. മജൂസി ഇസ്ലാം മതം സ്വീകരിക്കാൻ എന്താ കാരണം? ഇസ്ലാമിൻ്റെ മഹത്വമറിഞ്ഞ മജൂസിക്ക് മാനസാന്തരമുണ്ടായി. മജൂസി ഇസ്ലാം സ്വീകരിച്ചു. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരാണ് അയൽവാസികൾ. ആരാണ് അയൽവാസികൾ? അടയാളപ്പെടുത്തിയേക്കുക. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരാണ് അയൽവാസികൾ. അവരോട് നമുക്ക് വലിയ കടമകളുണ്ട്. അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവർക്ക് വിഷമമുണ്ടാകുന്ന ഒന്നും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അയൽവാസികളോട് നാം എങ്ങനെയാണ് പെരുമാറേണ്ടത്? അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവർക്ക് വിഷമമുണ്ടാകുന്ന ഒന്നും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യുഅ്ദി ജാറഹു. എന്താണ്? അല്ലാഹു തആലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അയൽവാസിയെ ഉപദ്രവിക്കരുത്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അയൽവാസിയെ ഉപദ്രവിക്കരുത്. അയൽവാസികൾക്ക് നാം കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം. നമ്മെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ അയൽവാസിക്ക് ചെയ്തു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ മുഅ്മിനുല്ലദീ യസ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ സത്യവിശ്വാസിയല്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ സത്യവിശ്വാസിയല്ല. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അയൽവാസികൾക്ക് ഒരു ബുദ്ധിമുട്ടും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽ യുഹ്സിൻ ഇലാ ജാരിഹി. അല്ലാഹു തആലയും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അയൽവാസിക്ക് നന്മ ചെയ്യണം. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ
അയൽവാസിക്ക് നന്മ ചെയ്യണം. മൻ അറാദല്ലാഹു ബിഹി ഹൈറൻ ഹബ്ബബഹു ഇലാ ജീറാനിഹി. അല്ലാഹു തആല ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവനെ തൻ്റെ അയൽക്കാർക്ക് പ്രിയങ്കരനാക്കും. അല്ലാഹു തആല ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവനെ തൻ്റെ അയൽക്കാർക്ക് പ്രിയങ്കരനാക്കും. അല്ലാഹു തആല അയൽക്കാർക്ക് പ്രിയങ്കരനാക്കും. ആരെയാണ്? അല്ലാഹു തആല ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവനെയാണ് അയൽക്കാർക്ക് പ്രിയങ്കരനാക്കുക. അപ്പോൾ അത് മനസ്സിലാക്കുക. നമ്മുടെ നക്റഉ വനഫമു വന്നതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി പ്രശസ്ത സൂഫി പണ്ഡിതനാണ്. ഹിജ്റ 3-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചത്. മജൂസിയായ അയൽവാസിയെ സ്നേഹിച്ചു. ആരാണ്? സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി എന്ന മഹാൻ. അപ്പം അത് പേര് നന്നായി മനസ്സിലാക്കി പഠിക്കുക. ചോദ്യം വരാം. അപ്പം അത് മനസ്സിലാക്കാം. ഇനി നമുക്കിതിൻ്റെ വർക്ക് ബുക്ക് നോക്കാം. ദഫ്തർ താലിബിൽ എന്താണ്? നൊയ്ദ് അസ്ഇല. ഈ പാഠത്തിൽ നിന്ന് 7 ചോദ്യങ്ങൾ തയ്യാറാക്കി ഉത്തരം കണ്ടെത്തണം. ഉത്തരവ് എഴുതണം. അപ്പം നമുക്ക് പാഠത്തിൽ അടയാളപ്പെടുത്തി വരാം. എന്തൊക്കെയാണ്? മജൂസിയുടെ അയൽവാസിയായിരുന്നു ആര്? ഒന്നാമത്തെ ചോദ്യം എഴുതാം. മജൂസിയുടെ അയൽവാസിയായിരുന്നു ആര്? സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി. അപ്പോൾ ഒന്നാമത്തെ ചോദ്യവും ഉത്തരവും എഴുതുക. അടുത്ത രണ്ടാമത്തെ ചോദ്യം. മജൂസി അത്ഭുതപ്പെട്ടു. കാരണം എന്തായിരുന്നു? എന്താണ് കാരണം? സഹൽ റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് വിഷമങ്ങൾ നേരിടേണ്ടി വന്നിട്ടും അദ്ദേഹം മജൂസിയോട് പരാതി പറയാതിരുന്നതാണ് മജൂസിയെ അത്ഭുതപ്പെടുത്തിയത്. മനസ്സിലാക്കി എഴുതാം. മജൂസി അത്ഭുതപ്പെടാൻ കാരണം എന്താണ്? സഹൽ റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് വിഷമങ്ങൾ നേരിടേണ്ടി വന്നിട്ടും അദ്ദേഹം മജൂസിയോട് പരാതി പറയാതിരുന്നതാണ് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയത്. രണ്ടാമത്തെ ചോദ്യവും ആൻസറും മനസ്സിലാക്കി എഴുതുക. അടുത്ത മൂന്നാമത്തത്. ഇസ്ലാം എന്താണ് പഠിപ്പിച്ചത്? മൂന്നാമത്തെ ചോദ്യം. ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത്? അയൽവാസിയെ ബഹുമാനിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അയൽവാസിയെ ബഹുമാനിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യവും ആൻസറും മനസ്സിലാക്കി എഴുതുക. അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവൻ ഡാഷ് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ എഴുതുക. അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവൻ ഡാഷ്. ആൻസർ എഴുതുക. എന്ത്? അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവൻ സത്യവിശ്വാസിയാവുകയില്ല. അല്ലെങ്കിൽ ചോദ്യമായിട്ട് എഴുതാം. സത്യവിശ്വാസിയാവുകയില്ല ആര്? നാലാമത്തെ ചോദ്യം എഴുതാം. ആരെയാണ്? അയൽവാസിയെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവൻ. അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവൻ സത്യവിശ്വാസിയാവുക. നാലാമത്തത് എഴുതാം. മജൂസി ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ചു. കാരണം എന്ത്? അഞ്ചാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇസ്ലാമിൻ്റെ മഹത്വമറിഞ്ഞ മജൂസിക്ക് മാനസാന്തരമുണ്ടായി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. മനസ്സിലാക്കി എഴുതുക. ആറാമത്തെ ചോദ്യം. ആരാണ് അയൽവാസികൾ? ആരാണ് അയൽവാസികൾ? നമ്മുടെ വീടിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരാണ് അയൽവാസികൾ. ആറാമത്തെ ചോദ്യവും ആൻസറും. ആരാണ് അയൽവാസികൾ? അടുത്തത് ഏഴാമത്തത്. അയൽവാസികളോടുള്ള നമ്മുടെ കടമകൾ എന്തൊക്കെ? ഏഴാമത്തത്. അയൽവാസികളോടുള്ള നമ്മുടെ കടമകൾ എന്തൊക്കെയാണ്? അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അവർക്ക് വിഷമമുണ്ടാകുന്ന ഒന്നും ചെയ്യരുത്. ഇതാണ് അയൽവാസികളോടുള്ള നമ്മുടെ കടമകൾ. ഏഴാമത്തത്. അടുത്തത് എന്താണ്? അല്ലാഹു തആലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കും? അയൽവാസിയെ ഉപദ്രവിക്കരുത്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അയൽവാസിയെ ഉപദ്രവിക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചോദ്യം. അല്ലാഹു തആല ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവനെ പ്രിയങ്കരനാക്കും. ആർക്കാണ്? അയൽക്കാർക്ക്. അതും ചോദ്യമായിട്ട് എഴുതാം. അപ്പോൾ 7 ചോദ്യമാണ് വേണ്ടത്. നമ്മൾ പാഠത്തു നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇനി എന്താണ്? ഇനി ഇതിൻ്റെ അർത്ഥം എഴുതണം. നമ്മളെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തണം. മങ്കാനി മിനു ബില്ലാഹി വല്യോമിൽ ആഹിർ ഫലാ യുദ്ദിനു ജാറഹു. അപ്പോൾ അതിൻ്റെത് നമ്മൾ പറഞ്ഞു. എന്താണ്? അപ്പോൾ അതിൻ്റെ എഴുതാം. അല്ലാഹു തആലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അയൽവാസിയെ ഉപദ്രവിക്കരുത്.
അത് എഴുതാം. അടുത്ത ലൈസൽ മുഅ്മിനുല്ലദീ യസ്ബഉ ജാറഹു ജായും ഇലാ ജംബിഹി. എന്താണ്? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ സത്യവിശ്വാസിയാവുകയില്ല, സത്യവിശ്വാസിയല്ല. അപ്പോൾ അതുവരെ അതിൻ്റെ അർത്ഥം എഴുതാം. മൂന്നാമത്തത് മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യുക്രിം ജാറഹു. എന്താണ് അതിൻ്റെത്? എന്താണ്? അപ്പോൾ അതിൻ്റെ അത് എഴുതാം. അല്ലാഹു തആലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അയൽവാസിക്ക് നന്മ ചെയ്യണം. മൂന്നാമത്തേൻ്റെത് അങ്ങനെ കംപ്ലീറ്റ് ആക്കുക. അടുത്ത എന്താണ് വരുന്നത്? അയൽവാസികളോടുള്ള കടമകളെക്കുറിച്ച് പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. എന്തൊക്കെയാണ് നമുക്ക് ഒരു പ്രസംഗത്തിൽ ഉൾപ്പെടുത്തേണ്ടത്? അപ്പോൾ ഒരു പ്രസംഗം തുടങ്ങുമ്പോൾ എന്തൊക്കെ എഴുതാമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, കൂട്ടുകാരെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ അയൽവാസികളോടുള്ള കടമകളെക്കുറിച്ച് ഒരു ചെറിയ പ്രസംഗമാണ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരാണ് അയൽവാസികൾ. അവരോട് നമുക്ക് വലിയ കടമകളുണ്ട്. അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവർക്ക് വിഷമമുണ്ടാകുന്ന ഒന്നും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്ദി ജാറഹു. അല്ലാഹു തആലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അയൽവാസിയെ ഉപദ്രവിക്കരുത്. അയൽവാസികൾക്ക് നാം കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അൽ മുഅ്മിനു അല്ലദീ യശ്ബഉ വജാറഹു ജായുൻ ഇലാ ജംബിഹി. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ സത്യവിശ്വാസിയല്ല. അപ്പോൾ അതൊക്കെ ചേർത്ത് നമുക്ക് അവിടെ ഒരു പ്രസംഗം തയ്യാറാക്കാം. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു എന്ന് അവസാനത്തിൽ എഴുതാം. അപ്പോൾ ഇത് അയൽവാസികളോടുള്ള കടമകളെ കുറിച്ചിട്ട് എക്സാമിന് 5 വരി കുറയാതെ എഴുതാൻ വരും. അപ്പോൾ ഇത് മനസ്സിലാക്കി എഴുതുക, അല്ലാതെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ എത്രയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് എല്ലാവരും മനസ്സിലാക്കി പഠിക്കേണ്ടത്? ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.